കൂട്ടുകറിക്കുള്ള സാധനമാണ്. പച്ചക്കായ, ചേന, ക്യാരറ്റ്, മഞ്ഞപ്പൊടിയാണ്, മുളക് പൊടി, കടലപ്പരിപ്പാണ്, ആണിവെല്ലം, ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. ജീരകപ്പൊടിയാണ്, കുമിൻ സീഡ്, കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും നല്ല വേവിക്കേണ്ടി വരും, ചേനയൊക്കെ ഉള്ളതുകൊണ്ട്. ഉപ്പാണ് ആഡ് ചെയ്യുന്നത്. സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് തേങ്ങ മിക്സിയിൽ അടിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെ വെള്ളം ഫുള്ള് വറ്റി കാഷ്ണം രൂപത്തിലുണ്ടാക്കണം. അപ്പോഴാണ് നല്ല കൂട്ടുകറിയാവുള്ളൂ. അടിപൊളി കൂട്ടുകറി. ദാസൻ കൊളക്കാട്ടിൽ കരിങ്കപ്പാറ. ദാസൻ കൊളക്കാട്ടിൽ കരിങ്കപ്പാറയാണ്. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കടുകാണ് ആഡ് ചെയ്യുന്നത്. മസ്റ്റാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലോണം കടുക് പൊട്ടിത്തെറിക്കണം. പരിപ്പാണ് ഇടുന്നത്, ഉഴുന്ന് പരിപ്പ്. ഇളക്കി കൊടുക്കണം. കടുകും വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് ഉഴുന്ന് പരിപ്പിട്ട് നല്ല ഇളക്കി കൊടുക്കണം. കറി ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് തേങ്ങ അതുപോലെ ഇടുക. ചിരകിയിട്ട് അതുപോലെ ഇടുക. കൂട്ടുകറിക്കാണ്. ഇത് കളറ് മാറണം, ഒരു ചുവന്ന കളറായി മാറണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ചും കൂടി കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇടാൻ നിൽക്കുകയാണ്. കൂട്ടുകറി ഉണ്ടാക്കി വെച്ച കൂട്ടുകറി നമ്മുടെ ഈ തേങ്ങ മിക്സിക്ക് ആഡ് ചെയ്താണ്. പറഞ്ഞത് ആ ഒരു ചൂടാക്കി. ഇപ്പം കൂട്ടുകറി റെഡിയാണ്. ഉണ്ടാക്കിയ കൂട്ടുകറി ഏകദേശം ഒക്കെ റെഡിയാണ്. ഇനി ഇതുമ്പോൾ പണിയൊന്നുമില്ല. ഇനി നമുക്ക് വേറൊരു ചെമ്പട്ടിക്ക് ഇത് മാറ്റാം. ഓക്കെ. വെള്ളം ചൂടായിട്ടുണ്ട്. സാമ്പാറിൻ്റെ പരിപ്പാണ് ആഡ് ചെയ്യുന്നത്.
കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നുണ്ട്. മുരിങ്ങാക്കായാണ് ആഡ് ചെയ്യുന്നത്. പൊടിയില്ലേ, മഞ്ഞൾപ്പൊടി, പരിപ്പ് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം. അതിലോട്ടാണ് ഇപ്പോൾ ഈ മുരിങ്ങാക്കായും മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്നത്. കായാണ് ആഡ് ചെയ്യുന്നത്. സാമ്പാർ കായാണ് ആഡ് ചെയ്തത്. സാമ്പാറിക്ക് തക്കാളി ആഡ് ചെയ്യാണ്. സാമ്പാർ പൗഡറാണ് ഇടുന്നത്. സാമ്പാർക്ക് ഇനി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാൾട്ടാണ് ആഡ് ചെയ്യുന്നത്. ഉപ്പ് ആഡ് ചെയ്യുന്നത്. സാമ്പാറിന്റെ കഷ്ണങ്ങളും എല്ലാം ഇട്ടിട്ട് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. വെണ്ടയ്ക്കാണ് ഇടുന്നത്. തേങ്ങ വറുത്തരച്ചു, ഒന്ന് തേങ്ങയിൽ വെള്ളം കൂട്ടാതെ വറുത്തരച്ചു സാമ്പാറിലേക്കുള്ളതാണ്. ഇതിങ്ങനെ സാമ്പാറായി വരുമ്പോൾ ഒരു അടിപൊളി സാമ്പാറായിരിക്കും. ആ തിളച്ച സാമ്പാറിലേക്ക് മിക്സ് ചെയ്യാനുള്ള, ആ കഷ്ണങ്ങൾക്ക് മിക്സ് ചെയ്യാനുള്ള സാധനമാണ് ഇത്. സാമ്പാറിന് ഒന്നും കൂടി ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണ്. അതിപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് ഒഴിക്കുകയാണ്. അല്ലേ, കഷ്ണങ്ങളൊക്കെ നേരത്തെ ചൂടാക്കിയതിലേക്ക് ഒഴിച്ചാണ്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഉസാറായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കരിവേപ്പില ആഡ് ചെയ്യാൻ പോവാണ്. കരിവേപ്പില ഇടുകയാണ്. ഇനി ലേശം മല്ലിച്ചപ്പും കൂടി കൊടുക്കാം, എന്നാലും സാമ്പാർ റെഡി. രസിക്ക് താനല്ലേ ഓർക്കല്ലേ. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇറക്കി വെക്കാനുള്ള പരിപാടിയാണ്. റെഡി വെക്കണേ. ആ